കോട്ടയം ഈരാറ്റുപേട്ടയിൽ ജലാറ്റിൻ സ്റ്റിക്കുകളും ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും അടക്കമുള്ള സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്തി. കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായ ഷിബിലിയെയും കൂട്ടാളി മുഹമ്മദ് ഫാസിലിനെയും ചോദ്യം ചെയ്തപ്പോഴാണ് ഈരാറ്റുപേട്ടയിലെ വിവരം ലഭിച്ചത്. എന്തിനാണ് ഇത്രയധികം ഡിറ്റനേറ്ററുകളും ജലാറ്റിൻ സ്റ്റിക്കുകളും അടക്കം ഇവിടേക്ക് സൂക്ഷിച്ചു വെച്ചത് എന്നൊരു സംശയം പോലീസിനുണ്ട്. ജനവാസ മേഖലയിൽ ഉള്ള ഒരു സ്ഥലത്താണ് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ ഈ പ്രതികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. സംതിങ് ഈസ് റോങ് സംവെയർ. നമുക്ക് ഭയം തോന്നുന്നു. ഒരു സ്ഥലത്ത് മതവും മറ്റവും പറഞ്ഞൊരു വിഭാഗം. കോട്ടയം ഈരാറ്റുപേട്ടയിൽ ജലാറ്റിൻ സ്റ്റിക്കുകളും ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും അടക്കമുള്ള സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്തി. കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായ ഷിബിലിയെയും കൂട്ടാളി മുഹമ്മദ് ഫാസിലിനെയും ചോദ്യം ചെയ്തപ്പോഴാണ് ഈരാറ്റുപേട്ടയിലെ വിവരം ലഭിച്ചത്. ഇവിടെ നിന്ന് സ്ഫോടക വസ്തുക്കൾ വിലക്കി വാങ്ങിയ 3 ഇടുക്കി സ്വദേശികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസമാണ് കട്ടപ്പനയ്ക്കടുത്ത് വെച്ച് ഈരാറ്റുപേട്ട സ്വദേശിയായ ഷിബിലിയെ വൻ സ്ഫോടക വസ്തുക്കളുമായി പോലീസ് പിടികൂടിയത്. പിന്നീട് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും തീക്കോയ് സ്വദേശിയായിട്ടുള്ള ഇയാളുടെ കൂട്ടാളി മുഹമ്മദ് ഫാസിലിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. രണ്ടുപേരെയും വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈരാറ്റുപേട്ടയിൽ ഒരു ഗോഡൌണിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നു എന്ന വിവരം പോലീസിന് ലഭ്യമായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മുതൽ ഈരാറ്റുപേട്ട കുടിവേലിയിൽ ആ റോഡിനടുത്തുള്ള ഒരു ഗോഡൌണിൽ പോലീസ് പരിശോധന നടത്തി. അവിടെ നിന്നാണ് വൻ ആയുധ ശേഖരണം പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് 2600-ലധികം ജലാറ്റിൻ സ്റ്റിക്കുകളും 20,000-ഓളം ഡിറ്റനേറ്ററുകളും പോലീസ് ഈ ഗോഡൌണിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇന്നലെ ചോദ്യം ചെയ്ത സമയം മുതൽ സംസ്ഥാനത്തെ വിവിധ കോറികളിലേക്ക് പാറ പൊട്ടിക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതെന്നാണ് പ്രതികൾ മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഇക്കാര്യത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം കോട്ടയം, ഇടുക്കി പോലീസുകൾ സംയുക്തമായി നടത്തുന്നുണ്ട്. കാരണം എന്തിനാണ് ഇത്രയധികം ഡിറ്റനേറ്ററുകളും ജലാറ്റിൻ സ്റ്റിക്കുകളും അടക്കം ഇവിടേക്ക് സൂക്ഷിച്ചു വെച്ചത് എന്നൊരു സംശയം പോലീസിനുണ്ട്. മാത്രമല്ല ഇവരിൽ നിന്ന് പല തവണയായി ജലാറ്റിൻ സ്റ്റിക്കും ഡിറ്റനേറ്ററുകളും വാങ്ങിയിട്ടുള്ള ഇടുക്കി സ്വദേശികളായ കുറച്ച് ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി അടക്കം വ്യക്തമാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഈ അന്വേഷണം സമഗ്രമായി തന്നെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഇവർ പറഞ്ഞിട്ടുള്ള പാറമടകളിൽ പാറ പൊട്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സ്ഫോടന വസ്തുക്കൾ എത്തിച്ചെന്നുള്ളത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിൽ എടുക്കാത്തത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിലവിൽ ഈ ഗോഡൌൺ പൂർണ്ണമായും പൊട്ടി സീൽ ചെയ്തിരിക്കുകയാണ്. കൂടുതൽ പരിശോധന ഈ മേഖല കേന്ദ്രീകരിച്ച് നടക്കും. ജനവാസ മേഖലയിൽ ഉള്ള ഒരു സ്ഥലത്താണ് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ ഈ പ്രതികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും വളരെ ഗൗരവതരമായ കാര്യമാണ്. ഇതുകൂടി കേന്ദ്രീകരിച്ചായിരിക്കും പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുക. ഏതായാലും കൂടുതൽ പ്രതികളുണ്ടോ എന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഈരാറ്റുപേട്ടയിൽ എന്തിന് ആർക്ക് വേണ്ടി ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നു എന്നതിൽ സമഗ്രമായ അന്വേഷണത്തിനാണ് പോലീസ് തീരുമാനിച്ചത്. ഈരാറ്റുപേട്ടയിൽ ഇത്രമാത്രം ഈ സ്ഫോടന വസ്തുക്കളൊക്കെ എന്തിനാണ്? സ്ഫോടന വസ്തുക്കളൊക്കെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ വരിക എന്നൊക്കെ പറയുന്നത് സംതിങ് ഈസ് റോങ് സംവെയർ. നമ്മുടെ അധികാരികൾ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാണ്. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും മതവും രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് എല്ലാവരും തിരക്കിലാണ്. നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നാട്ടിൽ ഇത്രയും വലിയൊരു സ്ഫോടന വസ്തുക്കളൊക്കെ കണ്ടെത്തുക എന്ന് പറയുമ്പം നമുക്ക് ഭയം തോന്നുന്നു. നമ്മുടെ നാട് എന്താണ് ഇങ്ങനെ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവാണ്. അവർ പറയുന്നത് കോറികളിൽ പൊട്ടിക്കാമെന്ന്. കോറികളിൽ പൊട്ടിക്കാം ഇത്രമാത്രം. ഒരു സ്ഥലത്ത് ലഹരി മരുന്ന്, ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള സ്ഫോടന വസ്തുക്കളും മറ്റതും, ഒരു സ്ഥലത്ത് മതവും മറ്റവും പറഞ്ഞൊരു വിഭാഗം, ഒരു സ്ഥലത്ത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗം. നാടെങ്ങോട്ടാണ് പോകുന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.